ശത്രുക്കളെ വീഴ്ത്താൻ കുഴിച്ച കുഴികളിൽ നിരന്തരം വീണ് നട്ടല്ലൊടിയുന്ന പാകിസ്ഥാനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വർഷങ്ങളായി പാകിസ്ഥാൻ പോറ്റി വളർത്തിയ ഭീകരവാദികൾ ഇപ്പോൾ പാക് സൈന്യത്തിനും പോലീസിനും നേരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പക്തുൻഖയിൽ തീവ്രവാദികൾ നടത്തിയ വമ്പൻ ആക്രമണത്തിൽ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം അതിർത്തികളിൽ പൂർണ്ണമായും തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകം കാണുന്നത്. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയായിട്ടുള്ള ഖൈബർ പക്തുൻഖയിലെ ഖുർറാം ജില്ലയിലാണ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ പോലീസ് പോസ്റ്റിന് നേരെ വമ്പൻ ആക്രമണം നടന്നത്. അജ്ഞാതരായ സായുധ സംഘവുമായുള്ള മണിക്കൂറുകൾ നീണ്ട കനത്ത ഏറ്റുമുട്ടലിനൊടുവിൽ 2 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 17 പോലീസുകാർ ഉൾപ്പെടെ 35-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ പ്രാദേശിക ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ TTP ആണെന്നാണ് വിലയിരുത്തൽ. മേഖലയിൽ ഭീകരർക്കായി സൈന്യവും പോലീസും സംയുക്തമായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പും അവരുടെ തന്നെ പരാജയവുമാണ് വ്യക്തമാകുന്നത്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാക് സൈന്യത്തിനും ചെക്ക് പോസ്റ്റുകൾക്കും നേരെ TTP വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഈ TTP എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉള്ളിലുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്. എന്നാൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ആസിഫ് അലി സർദാരിയുടെയും ഷഹബാസ് ഷെരീഫിന്റെയും നേതൃത്വത്തിലുള്ള പാക് ഭരണകൂടം ശ്രമിക്കുന്നത്. തങ്ങളുടെ മണ്ണുപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്നു എന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ പറയുന്നത്. ഇത് ന്യൂഡൽഹിയും കാബൂളും പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സ്വന്തം മണ്ണിലെ തീവ്രവാദികളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഇന്ത്യയല്ല കുറ്റം പറയേണ്ടത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അവർ ചെയ്ത പാവങ്ങളുടെ കർമ്മഫലം മാത്രമാണ്. ഇന്ത്യക്കെതിരെ പ്രോക്സി വാർ നടത്താൻ വേണ്ടി പാക് സൈന്യവും ISIയും ചേർന്ന് സൃഷ്ടിച്ച ഭീകരവാദ ശൃംഖലകളാണ് ഇന്ന് അവരുടെ തന്നെ നിയന്ത്രണം വിട്ട് അവർക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പോലീസ് സ്റ്റേഷനുകളും സൈനിക കേന്ദ്രങ്ങളും മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തതോടെ കൂടുതൽ കരുത്താർജിച്ച TTP ഇപ്പോൾ പാക് സൈന്യത്തിന്റെ നയങ്ങൾക്കെതിരെ പോരാടുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിവില്ലാത്ത പാക് സൈനിക നേതൃത്വം തങ്ങളുടെ കഴിവുകേട് മറച്ചുവെക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനും ഒക്കെയാണ് ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഇരവാദം ഇന്ത്യയുടെ രോമത്തിൽ പോലും സ്പർശിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. തീവ്രവാദികളെ പോറ്റി വളർത്തുന്നത് സ്വന്തം വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പിനെ വളർത്തുന്നതിന് തുല്യമാണെന്നാണ് കാലം പാകിസ്ഥാന് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യയെ പോലൊരു ശക്തമായിട്ടുള്ള രാജ്യത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ പഠിക്കണം. അതിന് കഴിവില്ലെങ്കിൽ ഭരണകൂടം പിരിച്ചുവിട്ടിട്ട് കഴിവുള്ള വേറെ ആരെങ്കിലും ആ പണി ഏൽപ്പിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളം.